അതായത് ഈ എൽനിനോ പ്രതിഭാസം കൊണ്ട് രാജ്യത്തൊട്ടാകെ ഇതിൻ്റെ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലഭ്യത കുറയുകയാണ്. പിന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമുക്ക് വലിയ പ്രതിസന്ധി വന്നപ്പോൾ അന്നത്തെ ഗവൺമെൻറ്, അത് ഏത് ഗവൺമെൻറ് ആണെങ്കിലും, നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. ആ കടത്തിൻ്റെ ഒരു വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ ജൂൺ മാസം പകുതിയോടെ കേരളത്തിന് കൂടുതൽ മഴ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അതിനെ പറയുക വേണമെങ്കിൽ പച്ച വായ്പയാണ്, പച്ച കടമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ പ്രകാരം ഒരു ദിവസം പോലും തെറ്റിക്കാൻ പറ്റില്ല, ഒരു യൂണിറ്റ് പോലും കുറയ്ക്കാൻ പറ്റില്ല. നമുക്കൊരു 400 മെഗാവാട്ട് അത് ഓരോ ദിവസവും നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കടം വാങ്ങിയ സ്വാപ്പ് എന്ന് പറയാം പദ്ധതിയുടെ പേര്. സ്വാപ്പ് പദ്ധതി പ്രകാരം കടം വാങ്ങിയതിന് തിരികെ കൊടുക്കണം. അപ്പോൾ മഴ കിട്ടും, വൈദ്യുതി ഉൽപ്പാദനം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ആ കടമെടുത്തത്. ആ കടം തിരികെ കൊടുക്കണം. ഇപ്പോൾ കൂടുതൽ ആവശ്യം വരുന്നു. അതിനുവേണ്ടി നമ്മൾ വില കൂടുതൽ കൊടുത്ത് വാങ്ങുന്നതിന് പരിമിതിയുണ്ട്. എന്നാൽ പോലും ആ പരിമിതിയുടെ പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മൾ വില കൂടുതൽ കൊടുത്ത് വാങ്ങുന്നതിന് വേണ്ടി റെഗുലേറ്ററി കമ്മീഷൻ്റെ അടുത്ത് അപേക്ഷ കൊടുത്ത് അനുവാദം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വാങ്ങി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫുട്ബോളിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രയാസമില്ലാതെ കടന്നു പോകാൻ വേണ്ടി എല്ലാവരും കൂട്ടായിട്ട് പരിശ്രമിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ സോളാറൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന അതിനൊരു ക്ലാസ് തന്നെ വേണം. സത്യത്തിൽ മാധ്യമങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഏറ്റവും നല്ലതാണ്. ജനപ്രതിനിധികൾ മനസ്സിലാക്കണം. ഞാനിപ്പോൾ പ്രവീണോട് സംസാരിക്കുകയായിരുന്നു. ജനപ്രതിനിധികളുടെ പഞ്ചായത്ത് തലങ്ങളിൽ വരെയുള്ള യോഗങ്ങളിലേക്ക് പോകണം. ഞാൻ പറഞ്ഞ ഒരു കാര്യം, നമുക്ക് പകൽ സമയത്ത് നമുക്ക് ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ഒരു പൈസ വിലയുള്ളത്. ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ഒരു പൈസയാണ് പകൽ സമയത്ത് വില. എത്ര പേർക്കറിയാം? എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. സീനിയറായ ഒരു ഉദ്യോഗസ്ഥനാണ് എന്നോട് പറഞ്ഞത്. രാത്രിയിൽ ആ ഒരു യൂണിറ്റിന് നമ്മൾ 10 രൂപ കൊടുത്താൽ പോലും കിട്ടില്ല. പകൽ സമയത്ത് ഒരു പൈസയ്ക്ക് കിട്ടുന്ന സാധനം രാത്രിയാകുമ്പോൾ നമ്മൾ 10 രൂപ കൊടുത്താൽ പോലും അത് രാജ്യത്ത് തന്നെ കിട്ടാനില്ലാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. ഉൽപ്പാദനം നമുക്ക് സോളാറിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, വിൻഡ് എനർജി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതുപോലെ മറ്റൊരു സ്കീമാണ് പംപ്ഡ് സ്റ്റോറേജ്. നമ്മുടെ ജലവൈദ്യുത പദ്ധതികളിൽ ഉപയോഗിക്കുന്ന വെള്ളം തന്നെ വീണ്ടും ഡാമിലേക്ക് അടിച്ചു കയറ്റി, പമ്പ് ചെയ്ത് വീണ്ടും അടിച്ചു കയറ്റി രണ്ടാമത് വീണ്ടും ആ വെള്ളം ഉപയോഗപ്പെടുത്തുക. അതിന് വരുന്ന ഒരു പ്രശ്നം, ആ പദ്ധതി നടപ്പിലാക്കി കിട്ടാൻ ഒട്ടുമിക്ക പദ്ധതി പ്രദേശങ്ങളും ഫോറസ്റ്റ് സ്ഥലമുണ്ട്. അതിന് ഫോറസ്റ്റിൻ്റെ ക്ലിയറൻസ് വേണം. എങ്കിൽ പോലും അത് വേഗത്തിലാക്കാൻ പരമാവധി ശ്രമിക്കുകയാണ്. എന്നാൽ പോലും അത് വർഷങ്ങളെടുക്കും. അതിനിടയിൽ നമ്മൾ വൈദ്യുതി മേഖലയിൽ ഏറ്റവും കൂടുതലായിട്ട് ആലോചിക്കുന്നത് നമ്മൾ ബാറ്ററി സ്റ്റോറേജാണ്. രാത്രി സമയത്തു കൂടി വൈദ്യുതി സംഭരിച്ചു വെക്കാൻ സാധിക്കുന്ന, സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന ബാറ്ററിയുടെ തിയറി എന്താണെന്ന് നമുക്കറിയാം. നേരത്തെ നമ്മൾ ടോർച്ച് ലൈറ്റിൽ ഉപയോഗിച്ചത് ബാറ്ററിയാണ്. അപ്പോൾ ആ ബാറ്ററിയെ ശക്തിപ്പെടുത്തി പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റത്തിലേക്ക് വരികയാണ് വൈദ്യുതിയുടെ പ്രശ്നം പരിഹാരത്തിനുള്ള മാർഗം. അതിന് ചില പ്രൊജക്റ്റുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അത് വേഗത്തിലാക്കാൻ വേണ്ടി അതാത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.